അന്തരിച്ച മാധ്യമ വ്യവസായി രാമോജി റാവുവിന് അന്ത്യാഞ്ജലി. സംസ്കാരം ഹൈദരാബാദ് രാമോജി റാവു ഫിലിം സിറ്റിയിൽ നടന്നു. ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു അടക്കം പ്രമുഖർ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. തിരുവനന്തപുരം ഉഴമലക്കലിൽ മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ച ഇതര സംസ്ഥാനക്കാരനെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി. സാമൂഹ്യ പ്രവർത്തകൻ അജു കെ മധു, ആര്യനാട് പോലീസ് എന്നിവർ ചേർന്നാണ് ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കോട്ടയം പത്താമുട്ടം ശാരദാദേവി ക്ഷേത്രത്തിൽ മോഷണം. 5 കാണിക്ക വഞ്ചികൾ തകർത്ത് പണം കവർന്നു. ക്ഷേത്രത്തിലെ വാതിൽ തകർത്ത് അകത്ത് കയറിയ മോഷ്ടാവ് തിടപ്പള്ളിയുടെ പൂട്ട് തകർത്താണ് മോഷണം നടത്തിയത്. രാവിലെ ക്ഷേത്രത്തിലെത്തിയവരാണ് മോഷണ വിവരം അറിഞ്ഞത്. കൊല്ലം ചടയമംഗലത്ത് ഹാഷിഷ് ഓയിൽ പിടികൂടിയ സംഭവത്തിൽ 2ാം പ്രതി പിടിയിൽ. കോട്ടയം വാകത്താനം സ്വദേശി അരുണിനെയാണ് ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാൾ നിരവധി കേസുകളിലെ പ്രതിയെന്ന് പോലീസ്. കേസിലെ മുഖ്യപ്രതി നേരത്തെ പിടിയിലായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കൊച്ചിയിൽ കാനയുടെ സ്ലാബിനടിയിൽ കാൽനടയാത്രക്കാരിയുടെ കാൽ കുടുങ്ങിയ സംഭവം വിശദീകരണം തേടി ഹൈക്കോടതി. അമിക്കസ് ക്യൂറി വഴിയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. മാധ്യമ വാർത്തയെ തുടർന്നാണ് കോടതിയുടെ ഇടപെടൽ. തിരുവനന്തപുരം നെയ്യാർ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. ഡാം തുറന്നതോടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാൻ സാധ്യത. ആര്യങ്കോട്, കാട്ടാക്കട, മാറനല്ലൂർ, മാരയാമുട്ടം, നെയ്യാറ്റിൻകര, കാഞ്ഞിരംകുളം, പാറശാല, പൊഴിയൂർ പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. തിരുവനന്തപുരം പൂജപ്പുരയിൽ ഹോട്ടൽ ജീവനക്കാർക്ക് യുവാക്കളുടെ മർദ്ദനം. സംഘർഷത്തിൽ കലാശിച്ചത് മെനു കാർഡിനെ ചൊല്ലിയുള്ള തർക്കം. വിളപ്പിൽശാല സ്വദേശികളായ 2 പേർ പോലീസ് കസ്റ്റഡിയിൽ. കോട്ടയം വലവൂർ ബാങ്ക് ഭരണസമിതി അംഗത്തിനെതിരെ വധഭീഷണി. വായ്പയ്ക്കായി ഈട് നൽകിയ സ്ഥലത്തെ തടി വെട്ടിക്കടത്താൻ ശ്രമിച്ച നടപടി തടഞ്ഞതിനെ തുടർന്നാണ് ഭരണസമിതി അംഗങ്ങളെയും ജീവനക്കാരെയും ഉടമ ഭീഷണിപ്പെടുത്തിയത്. അധികൃതർ പാലാ പോലീസിന്റെ സഹായം തേടി. ഇൻസ്റ്റഗ്രാം വഴി വിദ്വേഷ പ്രചാരണം നടത്തിയ യുവാവ് അറസ്റ്റിൽ. കോഴിക്കോട് താമരശ്ശേരി സ്വദേശി അഭിജയ് ആണ് പിടിയിലായത്. കാരാടി ജുമാ മസ്ജിദിൽ അതിക്രമിച്ചു കയറിയ പ്രതി വിദ്വേഷ പരാമർശങ്ങൾ നടത്തി വീഡിയോ ചിത്രീകരിക്കുകയായിരുന്നു. സൈബർ സെല്ലിന്റെ സഹായത്തോടെ കണ്ടെത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. തൃശൂർ പെരുമ്പുഴയിലെ കലുങ്കിന് മുകളിലെ പാലം പുതുക്കി പണിയണമെന്ന ആവശ്യം ശക്തം. പാലം തകർന്ന് മാസങ്ങൾ പിന്നിട്ടിട്ടും പുതുക്കി പണിയാത്തതിൽ പ്രതിഷേധിച്ച് പൊതുപ്രവർത്തകൻ വെങ്കിടങ്ങ് സ്വദേശി KR ജോർജ് ഏകാംഗ സത്യാഗ്രഹം സംഘടിപ്പിച്ചു. സത്യാഗ്രഹത്തിന് പിന്തുണയുമായി നാട്ടുകാരും രംഗത്ത്. SSLC പരീക്ഷയിൽ 100% വിജയം കരസ്ഥമാക്കിയ മലപ്പുറം ഇളിമ്പിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും PTA നേതൃത്വത്തിൽ ആദരിച്ചു. 250 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ 38 വിദ്യാർത്ഥികൾക്ക് മുഴുവൻ വിഷയങ്ങളിലും A+ ലഭിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ AP സബാഹ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ വെങ്കിടങ്ങ് കണ്ണോത്ത് സൽ സബീൻ മദ്രസ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. പരിപാടി അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി മുഹസിൻ പാടൂർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പഠനത്തിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. കൊല്ലം ശൂരനാട് SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും തൊഴിലുറപ്പ് തൊഴിലാളിയെയും ആദരിച്ചു. KCT ജംഗ്ഷന് സമീപം സംഘടിപ്പിച്ച ചടങ്ങിന്റെ ഉദ്ഘാടനം MLA കോവൂർ കുഞ്ഞുമോൻ നിർവഹിച്ചു. അന്തരിച്ച മുതിർന്ന CPIM നേതാവ് E കാസിമിന്റെ 6ാമത് ചരമവാർഷിക ദിനാചരണം സംഘടിപ്പിച്ചു. CPIM ശൂരനാട് ഏരിയ കമ്മിറ്റി ഓഫീസിൽ സംഘടിപ്പിച്ച ചടങ്ങുകൾക്ക് ഏരിയ സെക്രട്ടറി PV സത്യദേവൻ നേതൃത്വം നൽകി. വനിതാ പൊതുപ്രവർത്തകരുടെ ഫോട്ടോകൾ മോർഫ് ചെയ്ത് അശ്ലീല ചുവയോടെ പ്രചരിപ്പിച്ച DYFI നേതാവ് അൻവർ ഷായെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് പത്തനാപുരം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നിക്കോട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. നിയുക്ത MP കങ്കണയെ മർദ്ദിച്ച CISF ഉദ്യോഗസ്ഥയ്ക്ക് പാരിതോഷികം പ്രഖ്യാപിച്ച് തമിഴ് സംഘടന. കുൽവീന്ദർ കൗറിനാണ് DTPK പാരിതോഷികം പ്രഖ്യാപിച്ചത്. പെരിയാർ രാമസ്വാമി നായ്ക്കരുടെ ചിത്രം പതിച്ച സ്വർണ്ണമോതിരവും പെരിയാറിന്റെ പുസ്തകവും സമ്മാനമായി നൽകും.